ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഫോർ പവർ സീരീസ്. പവർ സീരീസിനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കൂടാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അതാണിത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എ പവർ സീരീസ്. ഇതൊരു പവർ സീരീസിൻ്റെ ജനറൽ ഫോർമാറ്റ് ആണ്. അതേ സമ്മേഷൻ n = 0 to infinity n into x minus x naught all raised to n. അത് ഞാൻ പവർ സീരീസ് എന്ന ഇതിന് മുന്നുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാകാത്തവർ ആദ്യം അതൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു പവർ സീരീസ് ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. എനിക്ക് വരുന്നത് സമ്മേഷൻ n = 1 to infinity. ഇവിടെ n = 0 to infinity ആയിരുന്നു, ഇവിടെ n = 1 to infinity. ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് ആൻസർ ഒരു സമ്മേഷൻ n = 1 to infinity an into an എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതിന് ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞ് എക്സ് ആണ്. അതും an എന്ന ആ ഫംഗ്ഷനായിട്ട് ഒരു ബന്ധവുമില്ല, കാരണം എന്നിൽ വേരിയബിൾ n ആണ്, എക്സ് അല്ല. ഓക്കെ, ഇവിടെ വേരിയബിൾ എക്സ് ആണ്. എക്സ് ഉള്ള ആകെ ടേം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്കെന്ത് കിട്ടും? n into x minus x naught all raised to n minus 1. ഓക്കെ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് n into x raised to n minus 1 ആണ്. സെയിം ഫോർമുല, എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു എൻ, അതിനെ n into x minus x naught all raised to n minus 1. ഓക്കെ, രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഒരു പവർ സീരീസിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ഇതൊരു പവർ സീരീസ് ആണ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് വരുന്നത് ഇവിടെയും വേരിയബിൾ ഡി എക്സ് ആണെന്ന് ഓർക്കണം. ഓക്കെ, സബ്മേഷൻ n = 0 to infinity. an മാറ്റമൊന്നുമില്ല, കാരണം എന്താ, an ഒരു കോൺസ്റ്റൻ്റ് ആണ്, an വേരിയബിൾ n ആണ്, പക്ഷേ ഇവിടെ വേരിയബിൾ എക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ an കൺസിഡർ ചെയ്യേണ്ട, അതൊരു കോൺസ്റ്റൻ്റായി നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ n into x minus x naught all raised to n plus 1 divided by n plus 1. കാരണം അതെങ്ങനെ വരാൻ കാരണം, ഇൻ്റഗ്രൽ എക്സ് എൻ ഡി എക്സ് എന്താ, എക്സ് റേസ് ടു n plus 1 divided by n plus 1. ഇവിടെ എക്സ് എന്ന് പറയുന്നത് x minus x naught all raised to n ആണ്. അതുകൊണ്ട് x minus x naught all raised to n plus 1 divided by n plus 1. ഓക്കെ, ഇനി ഈ പവർ സീരീസിൻ്റെ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, ഫൈൻഡ് പവർ സീരീസ് ഓഫ് x divided by 1 plus x square ആൻഡ് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 plus x square. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം കുറച്ച് ബേസിക് ഫംഗ്ഷൻസിൻ്റെ പവർ സീരീസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് പറയാം. അതായത് ഞാൻ ഇതിനു മുന്നേ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ആസ് പവർ സീരീസ് എന്ന ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ ലൈക്ക് 1 by 1 minus x can be represented as a function series summation n = 0 to infinity x raised to n. ഓക്കെ, അതായത് 1 by 1 minus x എന്ന ഫംഗ്ഷനെ എനിക്കൊരു പവർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് സബ്മേഷൻ n = 0 to infinity x raised to n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ഫംഗ്ഷൻ പറയാം. അതായത് 1 by 1 plus x square. ഇതിനെങ്ങനെയാണ് നമ്മൾ പവർ സീരീസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക? എളുപ്പമാണ്. ഞാൻ ഇതിനെ ആദ്യം ഒന്ന് മാറ്റി എഴുതാം. ഇതിനെ 1 by 1 minus x square എന്നാക്കി. മാറ്റമൊന്നുമില്ലല്ലോ. ഇതും ഈ ഇക്വേഷൻ തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ലേ? ഓക്കെ, അതായത് 1 by 1 minus x സമ്മേഷൻ n = 0 to infinity x raised to n എന്ന് എഴുതി. അതായത് 1 by 1 minus എന്താണോ വന്നത് അത് raised to power n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 by 1 minus x square, അതായത് ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എന്താണോ അത് raised to power n ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ പവർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? സബ്മിഷൻ n = 0 to infinity. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് വന്നുകൊണ്ട് x raised to n, ഇവിടെ ആ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ raised to the power n. ഇതിനെനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സബ്മിഷൻ n = 0 to infinity. ആ n എന്ന് പറയുന്നത് -1നും ബാധകമാണ്, എക്സ് സ്ക്വയറും ബാധകമാണ്. അപ്പോൾ -1 raised to n into x raised to 2n. ഓക്കെ, അതായത് 1 by 1 plus x square എന്ന ഫംഗ്ഷനെ ഞാൻ ഇങ്ങനെ എഴുതി. അതായത് 1 by 1 plus x square എന്ന ഫംഗ്ഷനെ ഞാനൊരു പവർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം എന്താണ്? x divided by 1 plus x square, അതിൻ്റെ പവർ സീരീസ് കാണണം അല്ലേ? എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്യുക? അതിൻ്റെ ചോദിച്ച പവർ സീരീസ് x divided by 1 plus x square ആണ് അല്ലേ?
അതിൻ്റെ പവർ സീരീസ് കാണണം. ഈ ഫംഗ്ഷനും ഈ ഫംഗ്ഷനും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താടാ, ഈ ഫംഗ്ഷനോട് കൂടെ ഒരു എക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്ക് ഈ ഫംഗ്ഷൻ കിട്ടും. ശരിയല്ലേ? എക്സ് ഇൻറ്റു 1/1 + x². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ പവർ സീരീസാണിത്. ഇതിനോട് കൂടി ഒരു എക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്ക് ഈ ഫംഗ്ഷൻ്റെ പവർ സീരീസ് കിട്ടില്ലേ? ഈ ഫംഗ്ഷനോട് കൂടി ഒരു എക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്ക് ഈ ഫംഗ്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള പവർ സീരീസാണിത്. അപ്പോൾ ഈ പവർ സീരീസിനോട് കൂടെ ഇവിടെ ചെയ്തതുപോലെ ഒരു എക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്ക് ഈ ഫംഗ്ഷൻ്റെ പവർ സീരീസ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ വരിക? എക്സ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തു വിത്ത് എക്സ് ഇൻറ്റു ദിസ് പവർ സീരീസ്. ഓക്കെ, സമ്മേഷൻ n = 0 to ∞ -1 raised to power n into x raised to 2n. x raised to 1 into x raised to n എന്ന് പറയുമ്പോൾ സമ്മേഷൻ n = 0 to ∞ -1 raised to power n into x raised to 2n plus 1. ഓക്കെ, അതായത് x/1 + x² എന്ന ഫംഗ്ഷനെ ഞാൻ ഒരു പവർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ സോൾവ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? നാച്ചുറൽ ലോഗരിതം ഓഫ് 1 + x², അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ സീരീസ് കാണണം. എളുപ്പമാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ln of 1 + x² അല്ലേ? ഞാൻ ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് വരിക? d/dx ഓഫ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ln of x എന്ന് പറയുന്നത് 1/x ആണ്. ഇവിടെ ln of 1 + x² ആയതുകൊണ്ട് 1/1 + x². കഴിഞ്ഞോ? ഇല്ല, ഇനി ഉള്ളിൽ കയറി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. x²ൻ്റെത് 2x. ഇതാണ് വന്നത്. ഇനി ഞാൻ തിരിച്ച് ചെയ്ത് നോക്കിയാലോ? അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എനിക്കിത് കിട്ടിയെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എനിക്കിത് കിട്ടില്ലേ? ഓക്കെ, അതായത് ഇൻ്റഗ്രൽ ഓഫ് 2x / 1 + x² എന്ന് പറയുന്നത് ഇൻറ്റു dx എന്ന് പറയുന്നത് ln of 1 + x² + c അല്ലേ? c എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഞാൻ ഈ 2നെ പുറത്തെടുക്കുന്നു, കാരണം അതെന്തൊരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ 2നെ പുറത്തെടുക്കുക എനിക്ക് വരുന്നത് 2 × x / 1 + x² ഇൻറ്റു dx അല്ലേ? ഇതെവിടെയെങ്കിലും നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഈ ഫംഗ്ഷനെ ഇതല്ലടാ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഈക്വാലൻ്റ് ആയിട്ടുള്ള പവർ സീരീസ് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ പവർ സീരീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പറയാം. കാരണം എന്താ? എനിക്ക് ln of 1 + x² എന്താ കിട്ടേണ്ടത്? പവർ സീരീസാണ് കിട്ടേണ്ടത്. ഓക്കെ, ഒരു പവർ സീരീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്തായാലും മറ്റൊരു പവർ സീരീസ് കിട്ടും. അങ്ങനെ എനിക്ക് ഇപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ പവർ സീരീസിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ln of 1 + x² കിട്ടും. പക്ഷേ എനിക്ക് അതിൻ്റെ പവർ സീരീസാണ് കിട്ടേണ്ടത്. അതിനാണ് ഞാൻ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഞാൻ ഇതിനു പകരം ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള പവർ സീരീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ln of 1 + x² ഇക്വലൻ്റ് ആയിട്ടുള്ള പവർ സീരീസ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ വരിക? 2 × ഇൻ്റഗ്രൽ ഓഫ് ഇതിൻ്റെ പവർ സീരീസ് എന്ന് പറയുന്നത് സമ്മേഷൻ n = 0 to ∞ -1 raised to power n into x raised to 2n plus 1 into dx. Okay, which is equal to 2 into summation n = 0 to ∞ -1 raised to power n into x raised to 2n plus 1. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x raised to 2n plus 1 that is 2n plus 2 divided by 2 into n plus 1. ഈ പവർ തന്നെയാണ് അടിയിൽ വരാതെ 2n plus 2 വരും. അത് ഞാൻ 2 പുറത്തെടുത്തു. അപ്പോൾ 2 into n plus 1. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ എനിക്കെന്ത് കിട്ടി? സമ്മേഷൻ n = 0 to ∞ -1 raised to the power n into x raised to 2n plus 2 divided by n plus 1. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്ന ln of 1 + x² + c. അതിനോട് ഇക്വലൻ്റ് ആയിട്ട് എനിക്കൊരു എന്ത് കിട്ടി? പവർ സീരീസ് കിട്ടി. അതായത് ഇതെന്ന് പറയുന്ന ln of 1 + x² + c ആണ്. ഓക്കെ,
പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവിടെ ഒരു സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അതാണ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പുട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പുട്ട് ചെയ്താൽ എനിക്ക് എന്ത് വരും, ഈ ടേം മൊത്തം 0 ആയി പോകും. കാരണം എന്താ, എക്സ് റേസ് ടു സംതിങ്, എക്സ് എന്ന് പറയുന്ന ഇത് കിട്ടാൻ വേണ്ടി ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു 0 പുട്ട് ചെയ്താൽ ഈ ടേം 0 റേസ് ടു സംതിങ് എന്ന് പറയുന്നത് 0 ആയിപ്പോയി. ഓക്കെ, 0 റേസ് ടു സംതിങ്, അതായത് ഈ ടേം 0 ആയിപ്പോയി. എക്സ് പുട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ln of 1 + 0, ദാറ്റ് ഈസ് ln of 1 + c = 0. ഈ ടേം 0 ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ln of 1 എന്താ 0, 0 + c = 0. അങ്ങനെയാണെങ്കിൽ c 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കെന്ത് പറയാം, ലാസ്റ്റ് ln of 1 + x², അതിനോട് ഇക്വലൻ്റ് ആയ പവർ സീരീസ് ഏതാ, സബ്മേഷൻ n = 0 to ∞ -1 raised to power n into x raised to 2n + 2 divided by n + 1. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. സിമ്പിൾ അല്ലേ? ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പറഞ്ഞിട്ടെ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതുപോലെ അതെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരിക 1/1 + x² ആണ്. അതും നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. എങ്ങനെ 1/1 + x², അത് ഇതാണെന്ന് കണ്ടെത്തി. അപ്പോൾ തിരിച്ചാലോചിക്കുക, അത് 1/1 + x² ഇൻ്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടും +c. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ പവർ സീരീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും ഇതിന് പകരം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ ഒരു +c വരും. ഇതേപോലെ തന്നെ ഇവിടെ ഇനീഷ്യൽ കണ്ടീഷനായിട്ട് x = 0 എന്ന് പുട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ.